വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉദ്ഘാടന ചടങ്ങിൽ സംസ്ഥാന മന്ത്രിസഭയിലെ എല്ലാ മന്ത്രിമാരും കയറി സ്റ്റേജിൽ ഇരുത്തണമെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. അങ്ങനെ ചില ആളുകൾ UDF-കാരും ചില മാധ്യമങ്ങളും ഇവിടെ പ്രചരിപ്പിക്കുന്നുണ്ട്. ശരിയാണോ? വായടപ്പിക്കുക എന്നുള്ള ഒരു തന്ത്രമാണ്. നേരത്തെ തന്നെ നിശ്ചയിച്ചാണ്. പ്രധാനമന്ത്രി വരുന്നതിന് ഏതാണ്ട് 1 മണിക്കൂർ മുമ്പ് വകുപ്പ് മന്ത്രി, പോർട്ട് മന്ത്രി, ഫിഷറീസ് മന്ത്രി ഒക്കെ ഇരിക്കണം. ബാക്കിയുള്ളവർ സദസ്സിലിരിക്കണം. സദസ്സിലും വേദിയിലുമുള്ള എല്ലാ അതിഥികളും എത്തേണ്ടതാണ്. അദ്ദേഹം നേരത്തെ വന്ന് അവിടെ കാട്ടിക്കൂട്ടിയ ചില രീതികൾ നിങ്ങൾ ആരും അവരെ ട്രോൾ ചെയ്തിട്ടില്ലല്ലോ. ചിന്തിക്കേണ്ട കാര്യമാണ്. റഹീമും മേയറും 40 മിനിറ്റ് സ്റ്റേജിലിരുന്നു. സ്റ്റേജിൽ ഇരുത്തണമെന്നുള്ള അഭിപ്രായം നമുക്ക് ആർക്കുമില്ല. അവർക്കൊന്നും നിങ്ങൾ പരാതിയില്ല. അതിലൊന്നും ആർക്കും ഒരു പരാതിയില്ല. ആ പരിപാടി ഇവിടെ നടക്കില്ല. ഇന്നത്തെ പ്രതികരണം അപക്വമായി പോയി. ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു വ്യക്തി ആക്ഷേപത്തിലേക്കാണ് അദ്ദേഹം പോയത്. സംസ്കാരത്തിന് നിരക്കാത്ത പ്രവൃത്തി ഏത് രാഷ്ട്രീയ പാർട്ടി ചെയ്താലും ചികിത്സ നടത്താൻ ഡോക്ടറെ കാണിക്കണം എന്നാണ് പറഞ്ഞത്. ഇത്തരം തറവേലകൾ കാണിക്കരുത് എന്നാണ്. ശത്രുതയുള്ള ഒരാളോട് പോലും അങ്ങനെ പറയാൻ പാടുണ്ടോ? മുദ്രാവാക്യം ആരും വിളിച്ചിട്ടില്ല സാർ. വേണമെങ്കിൽ പറയാം. അസംബന്ധമാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പാടുണ്ടോ? CPM-ന്റെ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യം പരസ്യമായി പറയാൻ വേണ്ടി പാടുണ്ടോ? എല്ലാവർക്കും അറിയാം. കേരളത്തിൽ BJP ശക്തമായിട്ട് മുന്നോട്ട് വരുന്നു. ആർക്കാണ് ഡോക്ടറുടെ ചികിത്സയുടെ ആവശ്യമെന്ന് വേണമെങ്കിൽ ഒരു പരിശോധന അദ്ദേഹത്തിന് നടപ്പില്ല മക്കളെ. അങ്ങനെയൊന്നും ഇപ്പൊ പറയുന്നില്ല.